ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജയ് ജയ് ശ്രീരാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, അപാരമായ കാരുണ്യത്തെ പറ്റി പറയാൻ എന്നും സത്സംഗത്തിൽ ഇരിക്കുന്ന സമയത്ത് പറയാറുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ടാണ് സത്സംഗത്തിൽ ഇരിക്കണതെന്ന് നമ്മൾ പറയാറുണ്ട്. അതിപ്പോൾ ആ വാക്കുകൾ ഒരു പക്ഷേ അതങ്ങനെയാണ് എന്ന് ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് അനുഭവമായിട്ടാണോ പൂർണ്ണമായിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് തോന്നും അല്ല എന്ന് പറയാൻ തോന്നും. അപ്പോൾ സാരില്ലേ, ഫാൻ അവിടെ കിടന്നു. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയും എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കേണ്ടത് ഈശ്വരനാണ്, എവിടെയും ഈശ്വരനുണ്ട്, ഇതൊക്കെ ഈശ്വരകാരുണ്യാണ് എന്നൊക്കെ നമ്മൾ പറയും. പറയുന്നുണ്ടെങ്കിലും വാക്കിൽ അത് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അനുഭവത്തിൽ അത് എത്ര വരുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ്. എന്നും സത്സംഗത്തിലിരിക്കും പറയും ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് ഇന്നും സത്സംഗത്തിലിരിക്കാൻ സാധിച്ചു എന്ന് പറയും. പക്ഷേ അതിനെ അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അത്രയും ആ കാരുണ്യം അനുഭവിച്ചറിയാമെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും അറിയണ കാര്യം. അപ്പോൾ ബോംബെയിൽ വന്നിട്ട് ഒരു 10-20 ദിവസമായി. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഹസ്താശ്രമികളായിട്ടിരിക്കുന്നവർക്ക് അവരുടെ കർമ്മപ്രാരാബ്ധങ്ങളെ അനുസരിച്ച് പലതും പല ദിക്കിലേക്ക് പോണ്ടി വരുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഓരോ സ്ഥലത്തിൻ്റെയും അവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. ഏത് സമയവും നമ്മൾ നാമജപമായിട്ടും ഭഗവാന്റെ സത്സംഗങ്ങളായിട്ടും അങ്ങനെ ഇരുന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറിയിട്ട് അല്ലെ ജലത്തിലിരിക്കുന്ന ആ മീനിനെ പിടിച്ചിട്ട് കരയിലിടുമ്പോൾ കിടന്ന് പിടയ്ക്കണ പോലെയുള്ള ഒരു പിടപ്പാണ് നമ്മുടെ ഉള്ളിലുണ്ടാവുക. ആ ജലത്തിലേക്ക് തിരിച്ചെത്താനുള്ളൊരു പിടപ്പ്, ആ ഒരു പിടപ്പോടുകൂടി ഇരിക്കുന്ന ഒരു സമയത്ത് കഴിഞ്ഞ തവണ ബോംബെയിൽ വന്നപ്പോൾ ഇവിടെ മാമിയുടെ അടുത്ത് വന്ന സമയത്ത് അത് അന്ന് തന്നെ ഇങ്ങനെ ക്ഷണിച്ച് വരുത്തുക ചെയ്തത്. ഇങ്ങോട്ട് ആ സമയത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ച് നമ്മൾ അന്നും രുക്മിണി സ്വയംവര സമയത്തായിരുന്നു നമ്മളിവിടെ എത്തിയത്.
രുക്മിണി സ്വയംവരത്തിന് അന്ന് തന്നെയാണ് അവിടെ എത്തിയത്. അത് എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ അവിടെ എത്തിച്ചത് എനിക്കറിയില്ല. അപ്പോൾ ഇത്തവണയും വായന തുടങ്ങിയപ്പോൾ മാമി എൻ്റെ അടുത്ത് പറഞ്ഞു വരണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ വ്യാഴാഴ്ചയപ്പോൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു എന്നാൽ ഞാനൊന്ന് പോയിട്ട് വന്നാലോ എന്നാലോചിച്ചു. അവരുടെ സാഹചര്യങ്ങൾ, കൊച്ചുകുട്ടിയുണ്ട്, പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ സാഹചര്യങ്ങളെ കൊണ്ട് എനിക്ക് സാധിച്ചില്ല. വെള്ളിയാഴ്ച വരാനും എനിക്ക് സാധിച്ചില്ല. പിന്നെ ഇന്നാണ് വരാനും ഒരുങ്ങിയത്. അപ്പോൾ ആ ശ്വാസം പടഞ്ഞ് ശ്വാസം ഇല്ലാണ്ടാവുമോ എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ കുറച്ച് ആ ജലം തന്ന് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് അതാണ്. ആ കാരുണ്യ ജലം ഉള്ളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കഥ പറയാനുള്ളൊരു കൊതി, ഭഗവാന്റെ ഭാഗവതം കേൾക്കാനുള്ള കൊതി എല്ലാം കൂടി ഒരുമിച്ച് ഭഗവാൻ ഇവിടെ എത്തിച്ചു തരിക ചെയ്തത്. അപ്പം ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പറയുക ചെയ്തത്, ഞാനെന്നാൽ ശനിയാഴ്ച വരാം, നാളെ വരാം എന്ന് ഇന്നലെ ഇങ്ങോട്ട് പറയുക ചെയ്തത്. അപ്പോൾ ഇന്നും ഇവിടെ രുക്മിണി സ്വയംവരമാണ് നമ്മൾ. അതെന്താണെന്നറിയില്ല. ഭഗവാൻ ആ മംഗളമായിട്ടിരിക്കുന്ന ആ ഒരവസ്ഥയിൽ, എപ്പോഴും മംഗളമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളെ ഇവിടെ എത്തിക്കുന്നത്. ഒരുപാട് ശരിക്കും അതാ അപാരമായ കാരുണ്യം തൊട്ടറിയാണ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മനസ്സ് പടയുമ്പോൾ ആ ഭഗവാനെ തൊട്ടറിയണം. ഭഗവാന്റെ കഥകളിൽ കേൾക്കാനും പറയാനുള്ള കൊതി തീവ്രമാവുമ്പോൾ ഭഗവാൻ അതിന് ഒരു അവസരം, ഏത് പരിതസ്ഥിതിയിലിരുന്നാലും നമുക്കതിന് അവസരം ഭഗവാൻ ഉണ്ടാക്കി തരിക എന്നുള്ളത് അത് ആ ഭഗവാന്റെ കാരുണ്യം. അത് തൊട്ടറിഞ്ഞ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. പിന്നെ ജന്മനക്ഷത്രം അല്ലെങ്കിലും ഇന്ന് ജനിച്ച ദിവസം കൂടിയാണ്. ഈ മെയ് 31 ഇംഗ്ലീഷ് ഡേറ്റ് ആണെങ്കിലും ഇന്ന് ജനിച്ച ദിവസമായിട്ട് കണക്കാക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അങ്ങനെ സാധാരണയൊക്കെ പറയും ജന്മനാളിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല, സത്സംഗത്തിലിരിക്കാൻ സാധിക്കുക, നാമം ജപിക്കാൻ സാധിക്കുക വെച്ചാൽ അതൊക്കെ വളരെ വലിയ കാര്യമാണ്. ഇത്രയും ദിവസം ഓരോ ബുദ്ധിമുട്ടുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് തടസ്സം പറഞ്ഞിരുന്ന കുട്ടികൾ, അതെന്നുവെച്ചാൽ അവർ തടസ്സം പറയാന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. അവർ ഇന്നലെ തൊട്ട് ചോദിച്ചു അമ്മ നാളെ പോണില്ലേ, അമ്മ നാളെ പോണില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുക ചെയ്ത്, അമ്മ പൊക്കോളൂ എന്ന് പറഞ്ഞ അവരുടെ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് തന്നെ ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ അവരുടെ ഉള്ളിലിരുന്നിട്ട് പ്രവർത്തിച്ചതും ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് എനിക്കത് ശരിക്കും ബോധ്യമായി. അത്രയും ഓരോ അവസ്ഥയിലൂടെ വന്ന് ഭഗവാന്റെ ആ രുക്മിണി സ്വയംവരം ആ മംഗളമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ പാരായണത്തെ സമർപ്പിച്ചത്. ഇന്ന് രാവിലെ തൊട്ട് പാരായണം ചെയ്ത ഭാഗങ്ങൾ മുഴുവനും കൃഷ്ണൻ്റെ ഓരോരോ ബാലലീലകളാണ്. അപ്പം ആ ബാലലീലകളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ രുക്മിണി സ്വയംവരത്തിലെത്തി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ധാരാളം ബാലലീലകളിലൂടെ ആ ഗോപികമാരെ ഉദ്ധരിച്ച ഭഗവാൻ നമ്മളെയും അതുപോലെയാണ്. എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും ഉദ്ധരിക്കുന്നതെന്ന് ചോദിച്ചാൽ നാരദ മഹർഷി പറയും ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കേണ്ടത് ബാലലീലകളാണെന്ന്. കാരണം ഒരാളുടെ മനസ്സിന് എത്ര ചെറിയ കുട്ടിയായാലും, ഞാനതും 2 ദിവസമായിട്ട് അനുഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ AI ധാരാളം ചിത്രങ്ങൾ വരുന്നുണ്ട്. എൻ്റെ കൂടെ വാട്സാപ്പിലുള്ളവർക്കൊക്കെ അറിയാം. ആ ചിത്രങ്ങൾ വരുന്നതിൽ അറിയണ ഒരു കണ്ണനെ ഒരു കുട്ടി വരച്ചു. അപ്പം നമ്മളുടെ വെളിനേഴി ഹരികൃഷ്ണൻ ഭാഗവതാചാര്യ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു മഴയത്ത് പറഞ്ഞേക്കാത്ത കരയുക എന്നൊരടിക്കുറിപ്പോടുകൂടി അയച്ചാണ്. പിന്നെ മഴയത്ത് അങ്ങോട്ട് കരയട്ടെ, പിന്നെ മഴയത്തല്ലേ കളിക്കണേ എന്ന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഭാവം കൊണ്ട് അതൊരു കുഞ്ഞൊരു വീഡിയോ ആക്കിയിട്ട് ഞാനത് ഇട്ടു. അതൊരുപാട് പേരിലേക്ക് എത്തി എന്നുള്ളതിനേക്കാളും കൂടുതൽ കൊച്ചുകുട്ടി മോള് ചേട്ടൻ അവിടെ എൻ്റെ മൂത്ത മകൻ്റെ കുട്ടി നിർവി കണ്ടിട്ട് പറഞ്ഞു അച്ഛമ്മേ എന്തിനാ കണ്ണൻ കരയണേ, മഴയത്ത് പോകണ്ട, ആരാ കണ്ണനെ ചീത്ത പറയണേ,
നന്ദഗോപര എന്ന് ചോദിച്ചു. അപ്പം നന്ദഗോപരാണോ ചീത്ത പറയണേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് പിന്നെ പറഞ്ഞു കേൾക്കേണ്ട കഥകൾ മുഴുവനും ആ കൃഷ്ണൻ്റെ കഥകളാണ്. എന്തിനാ കണ്ണൻ കരഞ്ഞത്, മഴയത്ത് പോവാണ്ട് പറഞ്ഞു വെച്ചിട്ട് കരഞ്ഞിട്ട് കണ്ണന് വിഷമായോ, പിന്നെ കണ്ണൻ മഴയത്ത് കളിക്കാൻ പോയോ എന്നൊക്കെ ചോദിച്ച് പാവല്ല യശോദാമ്മ എന്നിട്ട് എന്താ പറഞ്ഞത്, ഇതൊക്കെയാണ് അവൾക്ക് അറിയുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ, ഒരു ചിത്രം കണ്ട ഏതൊരു കൃഷ്ണൻ്റെ ഏതൊരു ലീല കണ്ടാലും ഏതൊരു ജീവൻ്റെയും ഹൃദയത്തിനെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത് പിന്നെ പലവട്ടം പലരും അതിങ്ങനെ കേൾക്കും. യാതൊരു താല്പര്യമില്ലാത്ത കൃഷ്ണൻ്റെ ഒരു ചിത്രം കണ്ടാൽ നോക്കാത്തവരുണ്ടാവില്ല. കൃഷ്ണനെ പറ്റിയൊന്ന് പറയണ കേട്ടാൽ അങ്ങനെ ഭഗവാൻ ഓരോ ഹൃദയങ്ങളെയും നമ്മളിലേക്ക് ആകർഷിക്കില്ല. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ആരൊക്കെയാണ് ആ ഗോപികമാരുടെ ഭാവം അനുഭവിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ആ ബാലഭാവത്തിനെ ആസ്വദിക്കാൻ പറ്റിയാൽ മതി. വെറുതെ നമ്മൾ പറയും ഭാഗവതം പല സ്ഥലത്തും കാണാം. ഭാഗവതം വായിക്കുന്നവരുടെ നമ്മൾ സപ്താഹവേദികളിൽ തന്നെ ചെന്ന് നോക്കിയാൽ കാണാം. ഭാഗവതം വായിക്കുന്ന ധാരാളം പേരുണ്ടാവും. മനോഹരമായിട്ട് കഥ പറയുന്ന ആചാര്യന്മാരുണ്ടാവും. അവർ അത്രയും ഹൃദയസ്പർശിയായിട്ട് കഥ പറയുമ്പോൾ അതൊന്നും ആസ്വദിക്കാണ്ട് പല വിധത്തിലും ആ നേരം വരുമ്പോൾ ഈ വായിക്കണവരങ്ങനെ നീങ്ങിട്ട് പോവുക. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്. വായനക്കാരൻ ഇവിടെ വന്നാൽ അപ്പോൾ ആചാര്യൻ എണീറ്റ് പോയി, പിന്നെ ആചാര്യൻ വന്നാൽ അപ്പോൾ വായനക്കാരൻ എണീറ്റ് പോയി എന്നുള്ളൊരവസ്ഥ കാണാറുണ്ട്. അത് ഒരു പക്ഷെ അവർക്ക് അത്ര സമയം അങ്ങനെ ഇരിക്കുക എന്നുള്ളത് കൊണ്ടുള്ള പ്രയാസം കൊണ്ടാവാം. നമ്മൾ ആ ഒരാഴ്ചയല്ലേ ഇരിക്കുള്ളൂ, അവരെന്നും ഈ ഇരിപ്പാണല്ലോ, അതാവാം. എങ്കിലും അതൊരു തമാശ പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് എത്താറുണ്ട്. എന്നാൽ അങ്ങനെ നമുക്ക് എന്നും ഭഗവാൻ അവസരം തന്നെയാണ് ഈശ്വര കഥകൾ കേൾക്കാൻ. ആ കഥകൾ കേൾക്കാൻ എന്നും അവസരം തരുന്ന ഒരു വ്യക്തിക്ക് പോലും അത് ആസ്വദിച്ചിരുന്ന് എന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരപ്പോൾ ആ സമയത്ത് അവിടെ എണീറ്റ് പോകും. ചിലപ്പോൾ ഓരോരുത്തരുടെ പ്രകൃതിക്കനുസരിച്ച് വേറെ ആരോടെങ്കിലും മൊബൈലിൽ വർത്തമാനം പറയുക, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റികളോ ആയിന്ന് വരും. അപ്പോൾ ഇത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തന്നാലും അത് അനുഭവിക്കുക വേണ്ടേ. ഒരു വാക്ക് എന്നോട് ഇന്ന് പറഞ്ഞു ഭാഗവതം വായിക്കുന്നത്, എനിക്ക് ഈ ഒരു നിങ്ങൾ വായിക്കുന്ന രീതി എനിക്ക് ഒട്ടും മാച്ച് ആവണം. എനിക്ക് അക്ഷരമൊന്നും വായിക്കാൻ കിട്ടണില്ല. മറ്റേതാകുമ്പോൾ എനിക്ക് കുറച്ച് ഇത് നല്ല മനോഹരമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മളിത് കേട്ട് ശീലമില്ലാത്തത് കൊണ്ടേ എനിക്കിത് കേൾക്കാൻ എന്തൊരു ഇമ്പാന്നറിയാം. അത് കേൾക്കാൻ നല്ല ഇമ്പുണ്ട്. അപ്പോൾ അത് എനിക്കത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അപ്പം എനിക്ക് അക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോവുക. മറ്റേതാകുമ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു രീതിയിൽ വന്നാൽ ഒരു 3-4 ശ്ലോകമെങ്കിലും വായിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇത് പക്ഷേ നമുക്ക് പരിചയമില്ലാത്തതല്ലേ, അതുകൊണ്ട് ഒരു വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ആ പാരായണം പക്ഷെ ആസ്വദിക്കാൻ എത്ര മനോഹരമായിട്ട് അത് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഓരോ സിദ്ധഹാസാവലോകനം എന്നൊരു വാക്ക്, ആ സിദ്ധഹാസാവലോകനം എന്നൊരു വാക്ക്, ആ ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ തട്ടുമ്പോൾ അതേ ഉള്ളൂ. ആ വരിയുടെ അർത്ഥം ഒന്നും അറിയില്ലെങ്കിലും അപ്പം ഭഗവാന്റെ ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ആ ഒരു നോക്കിക്കൊണ്ട് ആ ഭഗവാന്റെ ആ ഒരു നോട്ടവും ആ പുഞ്ചിരിയിൽ എന്തൊരു മനോഹരമാണ് ആ നോട്ടം. ആ ഗോപികമാരോടെ അടുത്താണ് ഭഗവാനെ ഗോപികമാരോട് മാത്രമേ അതുപോലെയുള്ള ഭാവങ്ങൾ കാണിച്ചുള്ളൂ. കാരണം അവിടെയും നമ്മൾ കാണണുള്ളൂ. ഗോപികമാരുടെ അടുത്ത് ഓരോ ദിക്കിനും ഭഗവാന്റെ ആ പ്രേമത്തോട് കൂടിയിട്ടുള്ള നോട്ടം, പല വിധത്തിലുള്ള പുഞ്ചിരികൾ, ഇതൊക്കെ ആ ഗോപികമാരുടെ അടുത്ത് നമുക്ക് കൂടുതൽ കാണാൻ പറ്റിയ ഭാഗവതത്തിൽ. ബാക്കിയുള്ളവർക്ക് കാണുന്നതിനേക്കാളും കൂടുതൽ ഗോപികമാരുടെ അടുത്ത് കാണും. അപ്പോൾ ആ ഗോപികമാരുടെ അടുത്ത് ആ ഒരു കാഴ്ച കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമ്മളുടെ അടുത്തും ഭഗവാൻ ഇതുപോലെയൊക്കെ നോക്കണമുണ്ടാവും, ചിരിക്കണമുണ്ടാവും. നമ്മളത് കണ്ട് നമുക്ക് തിരിച്ചറിയണില്ല, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, വായിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ ഒരു വരി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റിയിട്ട് അങ്ങോട്ട് ലയിച്ചിട്ട് കുറേ നേരം അതിലൊരു ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴും
വായിക്കാൻ വേണ്ടിയിട്ട് വായിക്കരുത്, അതിനെ അനുഭവിക്കാൻ വേണ്ടി വായിക്കുക. അപ്പം നല്ല സുഖം ഉണ്ടാവും. ഓരോന്നും അനുഭവിക്കാൻ വേണ്ടി വായിക്കണം. ഭഗവാന്റെ ഓരോ കാര്യങ്ങളും അനുഭവിക്കാൻ വേണ്ടി വായിക്കുക, അനുഭവിക്കാൻ വേണ്ടി കേൾക്കുക. ഈ പുസ്തകത്തിൽ വെച്ച് കേൾക്കണത് എനിക്ക് എന്താണാവോ തീരെ പറ്റില്ല. സപ്താഹവേദിയിൽ പോയാലും അതിങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാവേണ്ട പുസ്തകത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെന്താണെന്നറിയാം, നമ്മളെ ചിന്ത മാറിപ്പോവുക. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ചിന്ത വരും. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണ അവസ്ഥയിൽ കേൾവി മാത്രമാണ് പുസ്തകം ഇല്ലാന്ന് വെച്ചാൽ ആ കേട്ടതിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പം നമുക്ക് വേറെ ചിന്തകൾ വരിക. അതെനിക്കുണ്ടാവുന്ന ഒരു അനുഭവമാണ്. അപ്പം അത് കേൾക്കാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിൽ പറയണത് തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് ശ്രവണം തന്നെയാണ്. ശ്രവണം, കീർത്തനം, സ്മരണം. അതുകൊണ്ടാണ് ആയിരുന്നത്. അപ്പോൾ ആ ശ്രവിക്കുക, പിന്നെ പാടുക, പിന്നെ അതിനെ ആലോചിക്കുക. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഭാഗവതത്തിലൂടെ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ്. അപ്പോൾ ഗോപികമാരും അത് തന്നെയാണ്. ആ ഭഗവാന്റെ ഓരോരോ കൊഞ്ചലുകൾ അവർ ഒന്നുപോലും ഇടാണ്ട് ഗോപികമാർ ഭഗവാന്റെ ബാലലീലകളെ ആസ്വദിച്ചിരുന്നു. നമ്മൾ ആ ഭഗവാന്റെ നോട്ടം, ഭഗവാന്റെ നാട്യം, ഭഗവാന്റെ പുഞ്ചിരി, ഭഗവാന്റെ ദേഷ്യം, അല്ലേ? ആ സൈക്കലം തല്ലിയുടച്ച ദീനമ്മ ഉരലിൽ ബന്ധിച്ചതോർത്തിട്ട് പിണങ്ങി മാറി നിന്നമ്മ തന്നേരെ. ആ പിണങ്ങി നിന്നിട്ട് പൊളികൺ പാർത്തതും കാണേണ. ആ കുട്ടികൾ പിണങ്ങി നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്നാലും അമ്മ എന്നെ അടിച്ചില്ലേ എന്നുള്ള ആ മുഖഭാവമൊക്കെ ഓർത്തിട്ട് നമുക്ക്. അപ്പം അതൊക്കെ കാണുമ്പോൾ ആ ഭാവങ്ങളെയൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിൽ കൂടുതൽ ആ ഭാവം തെളിഞ്ഞു വരും. അപ്പം അങ്ങനെ ആ ഒളികൺ പാർത്തതും കാണേണം. തേവാരം ചെയ്യും നേരത്തച്ഛൻ്റെ ചാരത്തേവമണഞ്ഞിട്ട് ഊഞ്ഞാലാട്ടുവാൻ കൊഞ്ചിച്ചൊല്ലിയ തേൻമൊഴിയൊന്നു കേൾക്കണം. നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ അത് കേൾക്കണം. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛൻ അവിടെ തേവാരപ്പുരയിൽ തേവാരം ചെയ്യുക. അപ്പം ഇങ്ങനെ മതി അച്ഛൻ തേവാരം ചെയ്തത് മതി, ഇനി വരൂ, കണ്ണൻ്റെ കൂടെ വരൂ, നമുക്ക് ഊഞ്ഞാലാടാം, ഊഞ്ഞാലാടും, എന്നെ ഊഞ്ഞാലാട്ടു എന്ന് പറഞ്ഞിട്ട് ആ വിളിക്കുന്ന ഒരു കണ്ണൻ, അല്ലേ? പാൽ കുടിക്കുന്ന കന്നീനെ ചെന്ന് തള്ളി മാറ്റി വിരുതോടെ പാൽ കുടിക്കാനായി മുട്ടുകുത്തുന്ന ബാലനെ ഒന്നു കാണണം. ഇതൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചാലേ ഭാഗവതം അനുഭവമായിട്ട് തീരുള്ളൂ. അപ്പം അങ്ങനെ ഇവരിതാ കാണണു, ആസ്വദിക്കണു, അവർ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കണു, അല്ലേ? ഗോപികമാരുടെ കഥകളൊക്കെ പറയുമ്പോൾ ധാരാളം കഥകൾ ഗോപികമാരെ പറ്റിയിട്ട് പറയും. പാല് തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിരിക്കുമ്പോഴോ ആ പാലിങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഭഗവാനെ പറ്റിയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഭഗവാനെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് പാല് തിളച്ചുകൊണ്ട് അവർ അറിയണില്ല. അതുപോലെ ആ കിണറ്റിൽ ഇട്ട ആ വെള്ളം കോരാനായിട്ട് കിണറ്റിൽ ആ പാളയിടുമ്പോഴാവും ഭഗവാനെ പറ്റി ആലോചിച്ച് അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ എത്തിയതും മുകളിലെത്തിയതും ഒന്നും അറിയാണ്ട് അവരവിടെ നിൽക്കണം. ഓരോരോ ജോലികൾ ചെയ്യുമ്പോഴും ആ ചെയ്ത ജോലി അവിടെ ഇട്ടിട്ട് ഭഗവാനെ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ അവർ ഏത് സമയവും ആ കൃഷ്ണ ചിന്തയിൽ എപ്പോഴും ലയിച്ചുകൊണ്ടിരിക്കും. നമുക്കാണെങ്കിൽ നമുക്കിതാ ഭഗവാന്റെ കഥ പറയണോ, ഭാഗവതം വായിക്കണമൊക്കെ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് സമർപ്പിച്ചിട്ട് വേണം ലോകവർത്തമാനങ്ങൾ പറയാൻ. എന്നിട്ട് വേണം അപ്പുറത്തെ വർത്തമാനം അതങ്ങോട്ട് അതെന്തോ ഒരു വഴിപാട് പോലെ പറയുന്നു. പണ്ടുള്ളവർ പറയുന്നത് വഴിപാട് ചെയ്യാൻ. അതുപോലെ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലോകവർത്തമാനം പറയാൻ. നമുക്ക് അതന്വേഷിക്കാനാണ് തിരക്ക്. അല്ലാണ്ട് അതിൽ അലിഞ്ഞിരിക്കാൻ നമുക്ക് പറ്റണില്ല. വായിച്ച ഭാഗങ്ങളിൽ അലിഞ്ഞിട്ട് ഇരിക്കുക, അതൊക്കെയല്ലേ സുധാമാവ് ചെയ്തിരുന്നത്. സുധാമാവിൻ്റെ ഒരു ഭാവം അതാണല്ലോ, എപ്പോഴും ഭഗവാനിൽ അലിഞ്ഞിട്ട്
ഇരിക്കുമ്പോഴാണ് പ്രശാന്താത്മാ ജിതേന്ദ്രിയ. അപ്പോഴാണ് ആത്മാവ് ആ പ്രശാന്തമായിട്ടുള്ള ശാന്തമായിട്ട് ഇരിക്കുള്ളൂ നമ്മൾ. അപ്പോഴാണ് ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റില്ല. കണ്ണിനെയും കാതിനെയും ഒന്നും ജയിക്കാനായിട്ടൊന്നും സാധിക്കില്ല എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു. ഇനിയിപ്പോൾ അത് ആ സുധാമാവിൻ്റെ കഥ വായിക്കുമ്പോൾ അറിയാം. പലരും പല കാര്യങ്ങളും പറയും സുധാമാവിനെ പറ്റിയിട്ട്. കാരണം വീട് നോക്കാത്തവനായിരുന്നു, ഭാര്യയെ പട്ടിണിക്കിട്ടതാണ്, നമ്മൾ ഭാര്യയെ പട്ടിണിക്കിട്ടവനായിരുന്നു എന്നൊക്കെ പറയണേ. അപ്പം അതിങ്ങനെ പറയണ ഒരവസ്ഥയിൽ പറയണ എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മുടെ രാമപുരത്ത് വാര്യരൊക്കെ പറയും എന്താണ്, പതിവതയാം പത്നിയെ പട്ടിണിക്കിട്ട നരൻ ഇതാണെങ്കിലും അങ്ങനെ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നാളെ എന്നായിട്ട് ഭഗവാനെ കാണാതെ അദ്ദേഹത്തിൻ്റെ മനോഗതി പോലെ തന്നെയാണ് പറയുന്നത്. അതായത് സുധാമാവ് പറയണ പോലെ തന്നെയാണ്, പതിവിധിയായ ഞാനിങ്ങനെ ചെയ്തൂലോ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് അദ്ദേഹം ഇതുപോലെ എഴുതിയിട്ടുണ്ട്, വഞ്ചിപ്പാട്ട് എഴുതി. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയത്. അതായത് തൻ്റെ വിഷമത്തിനെ മഹാരാജാവിനെ കഥയിലൂടെ അറിയിച്ചു എന്നേ ഉള്ളൂ. അല്ലാണ്ട് പൂർണ്ണമായിട്ടും ഭാഗവതം ഉൾക്കൊണ്ടിട്ടൊന്നുമല്ല. ആ വിശപ്പിൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ശക്തി കൊണ്ട് രാജാവിൽ നിന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം രചിച്ചൊരു കൃതി. പക്ഷെ ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയും സുധാമാവിൻ്റെ മഹത്വങ്ങൾ അല്ലേ. ശരിക്കും ഗൃഹസ്ഥാശ്രമിയായിരുന്നു. ആശ്രമത്തിലെ ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആശ്രമത്തിൻ്റെ ധർമ്മം മുഴുവൻ പൂർണ്ണമായിട്ടും ആരാണോ ആ ധർമ്മത്തെയൊക്കെ ഉൾക്കൊള്ളുന്ന അവരാണ് ഗൃഹസ്ഥാശ്രമി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവരെ ഗൃഹസ്ഥാശ്രമി എന്ന് എങ്ങനെയാ പറയാ, വീട്ടിൽ ജീവിക്കുന്നുണ്ട്, പക്ഷെ അത് ആശ്രമധർമ്മത്തിനെ പാലിക്കുന്നില്ല. അതിൽ ഇന്ദ്രിയങ്ങൾക്ക് വിരക്തി വന്നിട്ട് പിന്നെ എന്താണോ അന്നന്ന് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ, അദ്ദേഹം കുറച്ച് പേർക്കൊക്കെ അഭ്യസിച്ച വിദ്യയെ പറഞ്ഞു കൊടുക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. അത് അദ്ദേഹം ചെയ്തുകൊടുക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും തരുന്നു, എന്ത് കിട്ടിയാലും അതുകൊണ്ട് സംതൃപ്തിപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറയട്ടെ, അവരുടെ ആ പത്നിയുടെ ഇതെന്താ, ഭർത്താവിനെ പോലെ തന്നെയായിരുന്നു പത്നി അല്ലേ. ഭാര്യ യഥാവിധ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമിയായിരുന്നു. അതായത് ഭർത്താവിനായ ആ പതിവ്രതയായിരുന്നു, ഭർത്താവിനെ പോലെ തന്നെയായിരുന്നു എന്നുള്ള ശ്ലോകങ്ങളിൽ തന്നെ പറയുന്നത്. അപ്പോൾ അവർക്കും കിട്ടുന്നതിൽ സംതൃപ്തിയായിരുന്നു. അപ്പോൾ ഒരു ജീവിതത്തിൽ അന്നന്നേക്ക് ലഭിക്കുന്ന ഒരു നേരത്തെ നാളേക്ക് സമ്പാദിച്ചിട്ടൊന്നും അവർക്കുണ്ടായില്ല. ഒരു നേരത്തെ ആഹാരം കൊണ്ട് സംതൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് തന്നെയാണ് അവർക്ക് അത് കഴിച്ചിരുന്നത്. പിന്നെ ആകെ കൂടി ആ പത്നിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആ ഭർത്താവിൻ്റെ അത്രയ്ക്ക് ഭക്തി എനിക്കില്ല. കൃഷ്ണൻ്റെ സുഹൃത്തല്ലേ മഹാഭാഗ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങയുടെ പോലെ ആവാൻ എനിക്ക് സാധിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഭക്തി വന്നിട്ടില്ല. അപ്പോൾ ആ ഭക്തിയുടെ ദാരിദ്ര്യമാണ്. അപ്പോൾ എന്നെയും കൂടിയും അതുപോലെ ആക്കി തരണമെന്ന്. കാരണം അതും ഭക്തിയുടെ ഒരു മഹത്വമാണ്. എത്ര ഭക്തി ഉണ്ടായാലും നമുക്ക് ഭക്തിയുണ്ട്. ഞാനൊരു ഭക്തനാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഭക്തിയൊന്നും ഇല്ല, എവിടുന്നാണ്. അപ്പോൾ അതേസമയം ഇല്ല എന്നാണ് നമുക്ക് തോന്നണേ വെച്ചാൽ അത് തന്നെ ഒരു ഭക്തിയുടെ ലക്ഷണം തന്നെയാണെന്ന് മഹാത്മാക്കൾ പറയും. അപ്പോൾ അതാണ് അവിടെ ആ സുധാമാവിൻ്റെ പത്നിയെ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആ സുധാമാവിൻ്റെ കഥ ഇനി അടുത്ത ദിവസം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഓരോ വരി വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ പതിഞ്ഞുകൊണ്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അതിനെ അനുഭവിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റും. അങ്ങനെ ആ ഗോപികമാർ അനുഭവിച്ചത് കൊണ്ടാണ് അവരുടെ ഉള്ളിൽ ആ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും അവരുടെ ശരീരബോധം പൂർണ്ണമായിട്ടും ആ ശരീരം ഞാൻ ശരീരമാണ് എന്നുള്ളൊരു ബോധം വിട്ടുപോയിട്ടില്ല. 2 തവണ ആ ഗോപികമാരെ ശരിക്കും എങ്ങനെയാണ് ഉദ്ധവർക്ക് തൊഴാൻ പറ്റി. നമ്മളിന്ന് വായിച്ചില്ലേ, വന്ദേ നന്ദം വ്രജസ്ത്രീണം പാതരേണും അഭീഷ്ണശ അല്ലേ, അത് നമ്മളിന്ന് വായിച്ചുല്ലോ. അപ്പോൾ ആ ഒരു
പാദരേണുവിനെ ഒരു പാദരേണുവിനെ നമസ്കരിക്കാനാണ് അവരുടെ ഒരു പാദരേണുവിനെയാണ് ഉദ്ധവര് നമസ്കരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമസ്കരിക്കാറാക്കി തീർത്തത് ഭഗവാനാണ്. അത് എങ്ങനെയാ ഭഗവാൻ അങ്ങനെ നമസ്കരിക്കാറാക്കി തീർത്തതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ആ വസ്ത്രാപഹരണ ലീല എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ, അവർക്ക് ഭഗവാനാണ് ഞങ്ങൾക്കെല്ലാം, കൃഷ്ണനാണ്. പല വിധത്തിലുള്ള ആപത്തുകൾ വന്നപ്പോഴൊക്കെ ആദ്യമൊക്കെ എങ്ങനെയുണ്ടായേ, ആദ്യം എന്താ ഒരു പൂതന വന്നു. പൂതന വന്നപ്പോൾ ഗോപികമാര് നോക്കണു, ആ പൂതന കരഞ്ഞുകൊണ്ട് വന്നു, അവിടെ ചത്തുമലച്ച് വീണു. പൂതനയുടെ ആ വലിയ ശരീരത്തിന് മുകളിൽ കൃഷ്ണൻ ഇരിക്കുന്നു. അവരെവിടുന്നൊക്കെയോ ഒരു ഏണിയൊക്കെ കൊണ്ടുവന്ന് വച്ച് അവരാ ഗോപികമാര് വന്നിട്ട് കൃഷ്ണനെ ഏണി വെച്ച് കയറി. അപ്പോൾ അവർ ഞാനാ രക്ഷിച്ചു, ഞാനാ ഏണി കൊണ്ടുവന്നേ, ഞാനാ അതായത് ഭഗവാനെ രക്ഷിച്ചത് ഞങ്ങളാ എന്നൊരു ഭാവമായിരുന്നു ഗോപികമാർക്ക്. ഓരോന്ന് വരുമ്പോഴും ആ അസുരൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ട് ഓരോ കാറ്റായിട്ട് വന്നിട്ട് ഒരു അസുരൻ വന്നു, അവിടുന്ന് വീണ് ആ പാറപ്പുറത്തിരിക്കണം, ഞങ്ങളാ ഓടിച്ചെന്നെടുത്ത്, ഞങ്ങളാ രക്ഷിച്ചേ, ഓരോന്നിനും ആ ഭഗവാനെ ഞങ്ങളെ രക്ഷിച്ചു എന്നുള്ളൊരു ഭാവമായിരുന്നു. അപ്പം ആ ഒരു ഭാവത്തിലിരിക്കുന്ന ഗോപികമാർക്ക് പിന്നെ കുറേശ്ശെ ഓരോ കാര്യങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ കൃഷ്ണനാണ് എന്നുള്ളത് മനസ്സിലായി. ഗോവർദ്ധനോദ്ധാരണത്തിലൂടെയും പിന്നെ കാട്ടുതീയിൽ നിന്ന് അഘാസുരനിൽ നിന്നൊക്കെ ഗോപന്മാരെയൊക്കെ രക്ഷിച്ച കഥ കേട്ടപ്പോഴൊക്കെ എല്ലാവർക്കും സംരക്ഷകനായിട്ട് ആരാ ഉള്ളത്, ഭഗവാനേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നും ഞങ്ങൾക്ക് അത് ഭർത്താവായിട്ട് വരണമല്ലേ. ആ ഭഗവാന്റെ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. ഞങ്ങൾക്ക് ഭർത്താവായിട്ട് ഞങ്ങളെ പരിപാലിക്കുന്നത്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലൗകികമായിട്ട് പറയുന്ന ദൃഷ്ടിയിലല്ല. അപ്പം ഞങ്ങൾക്ക് ഭർത്താവായിട്ട് വരണം എന്നുള്ള പ്രാർത്ഥനയാണ്. ഭർത്താവിനെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്കല്ലല്ലോ, നമ്മൾ പറയുന്ന ഒരു അർത്ഥത്തിലാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഭർത്താവാണല്ലോ. ഇതങ്ങനെയല്ല. ആ ഭർത്താവിനെയും അല്ലെ കണ്ണിന് കണ്ണ് മനമായ കണ്ണതിന് എന്ന് പറയുന്ന പോലെ അവരെയും രക്ഷിക്കുന്നത് ആ ഈശ്വരനാണ്. അപ്പോൾ ആ ഈശ്വരൻ്റെ സംരക്ഷണത്തിലാണ് നമ്മൾ. അതുകൊണ്ട് ആ കൃഷ്ണൻ ഞങ്ങൾക്ക് നിത്യമായിട്ട് എന്നും ഞങ്ങളുടെ ഭർത്താവായിട്ട് തീരണം എന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ഒട്ടും വൈകിയില്ല. കാത്യായനി ദേവിയോടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ നിമിഷം ഓടി വന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതാണ്, അത്രയും കാരുണ്യാണ് ഭഗവാൻ, അത്ര കാരുണ്യാണ്. ഭഗവാൻ ഓടി വന്നു. എന്തുകൊണ്ടാണ്? ആ ശരീരബോധം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചാൽ മാത്രമേ ഭഗവാനെ ലഭിക്കുള്ളൂ. വസ്ത്രം അതിൻ്റെ പ്രതീകമാണ്. വസ്ത്രങ്ങൾ നമ്മൾ ആഡംബരമായിട്ട് വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്താ, നമ്മുടെ ശരീരബോധം വിട്ടുപോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആഡംബരമായിട്ട് വസ്ത്രം ധരിക്കുന്നത്. പലതും നമുക്ക് തോന്നും ചില അവസ്ഥയിൽ നിൽക്കുമ്പോൾ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ അമ്പലത്തിൽ പോവുക, നാമം ജപിക്കുക, വീട്ടിൽ വന്നാൽ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ പറയുക, അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു അപ്പം നമുക്ക് എല്ലാത്തിനോടൊരു വിരക്തിയാണ് തോന്നുന്നത്. അതൊക്കെ അങ്ങനെ. അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അറ്റാച്ച്മെൻ്റൊക്കെ വിട്ടു, നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുത്തു. അപ്പം ഭഗവാൻ കാണിച്ചു തരിക നമുക്ക്, അങ്ങനെ ആയിട്ടില്ല, അത്രയ്ക്ക് അവിടെ ഇനി എത്ര എത്തണം, ഒരു ചേഞ്ച് അവിടുന്ന് ഇങ്ങോട്ടെടുത്തിട്ടപ്പോൾ ഇവിടെ എടുത്തിട്ടപ്പോൾ എന്താ, നാമം ജപിക്കാൻ നേരമില്ല, വർത്താനം പറയാൻ നേരമില്ല. കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇമോഷണൽ ഫീലിംഗ് വരണു, കാര്യങ്ങൾ വരണു. അപ്പം ഭഗവാൻ പറയാണ് നമ്മളെവിടെ എത്തിയിട്ടില്ല, നമ്മൾ കാലെടുത്ത് വച്ചിട്ടേ ഉള്ളൂ. അതായത് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആ അച്ഛനും അമ്മയും ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുമ്പോൾ നമുക്ക് തോന്നും, കൊച്ചു കുട്ടികളാകുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തോന്നും, ആ ഞാൻ നടക്കാൻ പഠിച്ചു, ഞാൻ എവിടേക്ക് വേണമെങ്കിൽ നടക്കും, ഇനി ഞാൻ വീഴുകയാണ്. പക്ഷേ കൈ വിട്ട് നീങ്ങി നിന്നാൽ 2 അടി നടക്കുമ്പോഴേക്കും വീഴും. അതേ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടേത്. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. അപ്പം അതുകൊണ്ട് ഏതവസ്ഥയിലിരുന്നാലും, മഹാത്മാക്കളൊക്കെ പറയില്ലേ, ഏതവസ്ഥയിലിരുന്നാലും, ഏത് ചന്തയിൽ പോയിരുന്നാലും, ഏത് അമ്പലത്തിൽ പോയിരുന്നാലും,
ഏത് കള്ള് ഷാപ്പിൽ പോയിരുന്നാലും എവിടെ ഏതവസ്ഥയിൽ ഇരുന്നാലും അവിടെ ഇരുന്നിട്ടൊക്കെ ഈശ്വരനെ സ്മരിക്കാനും നാമം ജപിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ഒരു ഭക്തനാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊന്നും ഭക്തനല്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നമ്മളപ്പോൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് ഗുരുവായൂരപ്പൻ നമുക്ക് കാണിച്ചു തരിക. എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ ആ ഗോപികമാരോടും പറയണു, ആ വസ്ത്രങ്ങളെ അപഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഭഗവാൻ കേവലം ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ്റെ. ആ സൃഷ്ടിയിലെ ഇതിൻ്റെ നഗ്നത പ്രദർശനത്തിനൊക്കെയാന്നൊക്കെ പറയണമല്ലേ. അത്ര അറിവില്ലായ്മയാണെന്നുള്ളതേ പറയാൻ പറ്റും. എത്ര പരിതാപമാണ് അവരൊക്കെ പറയണ ഒരവസ്ഥകളേ ഉള്ളൂ. അതൊന്നുമല്ല. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ, കുട്ടികളുടെ അടുത്ത് നമ്മുടെ അടുത്തുണ്ട് കൊച്ചു കുട്ടികൾ, ഓടി നടക്കുന്ന കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അവരച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വസ്ത്രമൊന്നും ഇടാണ്ട് നിന്നാൽ എന്താ അവർക്കൊരു ഒന്നും തോന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലല്ലേ നിൽക്കണത്. അവർക്ക് അവിടെയൊന്നുമില്ല. അത് എന്തുകൊണ്ടാണ്? വേറെ അന്യനൊരാളാന്ന് തോന്നുമ്പോഴാണ് നമുക്ക് നാണക്കേട് തോന്നുന്നു, മോശക്കേട് തോന്നുന്നു. അപ്പോൾ വസ്ത്രം ധരിക്കാണ്ട് ചെന്നുകൂടാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ മറ്റുള്ള പലതായിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭാവം വരികയാണ്. വയസ്സായ ആൾക്കാർ ചിലവരെ നോക്കി നോക്കൂ, അവർക്ക് ആ മറ്റുള്ളവർ ആ ഒരു ഓർമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ആരുടെ മുമ്പിൽ ചിലപ്പോൾ വസ്ത്രം ഇല്ലാണ്ടൊക്കെ അവർ വന്ന് അവർക്ക് ആ നാണം തോന്നുന്നത്. കാരണം എന്താ? ആ ഒരു മനസ്സല്ല അവർക്ക്. അപ്പം അതുപോലെയാണ് ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോൾ, ഭഗവാനോട് അടുത്ത് നിൽക്കുമ്പോൾ, ഭാഗവതം വായിച്ച് നിൽക്കുമ്പോഴൊക്കെ ഉണ്ട്. ഭാഗവതം ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളിരിക്കുമ്പോഴും നമുക്ക് ഭഗവാനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഭഗവാന്റെ നാമം ജപിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പം ശരിക്കും ഒരു നാമം ജപിക്കാൻ, ഹരേ രാമനാമം ജപിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നാമം ജപിക്കാൻ സാധിക്കില്ല. ഈശ്വര ചിന്തയിലേക്ക് പറ്റുന്നില്ല. ബാക്കിയൊക്കെ വേറെ, കുളിക്കാൻ പറ്റുണ്ടാവില്ലായിരിക്കും, ഒന്നും പറ്റുണ്ടാവില്ലായിരിക്കും. എന്നാലും അതൊക്കെ പുറമേക്കുള്ള ഒരു ഇതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ജപം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഭഗവാന്റെ കാരുണ്യം നമ്മുടെ അടുത്തേക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ പറഞ്ഞോണം കരയിൽ പിടിച്ചിട്ട് മീൻ പിടയ്ക്കണ പോലെ പിടച്ചാൽ ഭഗവാൻ അല്പം ആ കാരുണ്യ ജലം തരാണ്ടിരിക്കില്ല. കർമ്മപ്രാരാബ്ധങ്ങളെ അനുഭവമാണെന്നുണ്ടെങ്കിലും ആ ഭഗവാൻ തരും. അതുപോലെ ആ ഗോപികമാരോട് പറയണോ, നിങ്ങൾ വസ്ത്രങ്ങൾ എൻ്റെ അടുത്ത് എല്ലാം സർവം സമർപ്പിച്ച്, ശരീരം ഞാനല്ല, ശരീരമല്ല, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ശരീരം മറന്ന് എൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ ദേഹബോധം ഇല്ലാണ്ടായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് ആ ഭഗവാനെ നമുക്ക്. അപ്പം ഭഗവാൻ പറയും, ഇതൊക്കെ കേവലം ഒരു നാടകത്തിൽ നടൻ അണിയുന്ന വസ്ത്രങ്ങളൊക്കെ അണിയുണ്ടല്ലോ പല വിധത്തിൽ, അതുപോലെയുള്ളൊരു അത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെയാണെന്നുള്ളൊരു ബോധം ഉള്ളിൽ ഉറച്ചുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ബോധം ഉണ്ടാവണം. അപ്പം ഗോപികമാരുടെ അടുത്തുനിന്ന് ആ വസ്ത്രാപഹരണ ലീല കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗോപികമാർ പിന്നെ ആ ഭഗവാന്റെ ഓടക്കുഴൽ വിളിക്കണ കേൾക്കുമ്പോൾ ആദ്യം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ആദ്യം കണ്ണൻ യശോദയ്ക്കൊരു ഉണ്ണി ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ആ ഗോപികമാരുടെ ചിന്ത ഉണ്ണിയെ കാണണം എന്നുള്ള ചിന്ത, യശോദയുടെ ഉണ്ണിയെ കാണണം എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ എത്ര ആൾക്കാരവിടെ ഇതുപോലെ ഉണ്ണിയെ കാണാൻ വരുന്നുണ്ടാവുക അല്ലേ? ധാരാളം പേര് വരുന്നുണ്ടാവും ഉണ്ണിയെ കാണാൻ. അപ്പോൾ നമ്മളെയും ധാരാളം പേര് കാണില്ലേ? അവർ അത്യന്ത സുന്ദരികളായിട്ടാണ് ഒരുങ്ങി ചെന്നത്. അത്രയും സുന്ദരികളായിട്ട് അവർക്ക് കണ്ണാടിയുടെ മുമ്പിൽ ഒരുങ്ങിയിട്ട് മതിയാവണില്ല. അങ്ങനെ ഒരുങ്ങിയിട്ടാണ് പോയത്. അത്രയും സുന്ദരിയായിട്ട് ഒരുങ്ങിപ്പോയി. അപ്പോൾ ആ ഭഗവാൻ കാണിച്ചു കൊടുത്തു, നിങ്ങളൊക്കെ സുന്ദരികളായിട്ട് ഒരുങ്ങിയില്ലേ? വേഷം കെട്ടണമെങ്കിൽ ആർക്കും പറ്റും. വേഷം കെട്ടൊന്നല്ല വേണ്ടത്, ഉള്ളം നന്നാവുന്നത്. ഒരാളെ വേഷം കെട്ടിച്ച് മുന്നില കൊണ്ടൊന്ന് നിർത്തിപ്പോൾ അതെന്താ പറഞ്ഞത്, മഹാലക്ഷ്മിയാണെന്നാണ് നമുക്ക് തോന്നിപ്പോയത്. അത്രയും നല്ല സുന്ദരിയായിരുന്നു പൂതന വന്നപ്പോൾ. ഭാഗവതത്തിൽ പൂതനെ വർണ്ണിച്ച പോലെ മഹാലക്ഷ്മി പോലും വർണ്ണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇങ്ങനെ വേഷം കെട്ടാൻ ആർക്കും കഴിയും. പക്ഷെ ആ വേഷം കെട്ട് അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടല്ലോ, വേഷം കെട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരവസ്ഥ അത് കാണിച്ചു കൊടുത്തു അല്ലേ? ശരിയായ ഒരു
ഭാവം കാണിച്ചു കൊടുത്തു പൂതനയുടെ. അത് ശ്രീരാമചന്ദ്രപ്രഭുവും അങ്ങനെ തന്നെയാണ് ചെയ്തത് അല്ലേ. ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മുമ്പിലേക്ക് ചുവപ്പടേക വേഷം കെട്ടിയിട്ട് തന്നെയാണ് വന്നത്. ആ വേഷം കെട്ടിനെ മാറ്റാൻ ഭഗവാൻ ഒന്ന് പ്രകോപിപ്പിക്കുക വേണ്ട. അങ്ങോട്ട് മുമ്പിലോട്ട് 2 താല് നടന്നപ്പോഴേക്കും ഉള്ളിലുള്ള ആ സ്വഭാവം, നമ്മളൊക്കെ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ളത് മുഴുവനും പുറത്തേക്ക് വരും. അപ്പം നമ്മളുടെ ആ വിശ്വരൂപം കണ്ടാൽ ഭഗവാൻ തന്നെ ഞെട്ടിപ്പോണ ഒരു രൂപമാണ് നമുക്ക്. അപ്പം അതുകൊണ്ട് ആ ഗോപികമാരുടെ മുമ്പിൽ ഒരു നിങ്ങളുടെ വേഷം കെട്ടിനേക്കാളും നല്ലൊരു വേഷം കെട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പൂതനെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ വേഷം കെട്ടിലൊന്നുമല്ല കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും പൂർണ്ണമായിട്ടും ആ രൂപത്തിനോടുള്ളൊരു അത് പുറമേക്കുള്ള രൂപം അല്ല, ആത്മാവാണ്, ഉള്ളിലുള്ള ആത്മാവാണ് ഭാവം അവർക്ക് അപ്പോഴും ഇല്ല. കൃഷ്ണനെ ഇഷ്ടമാണ്, കൃഷ്ണനെ മാത്രം മതി എന്നുണ്ടെങ്കിലും ആ കൃഷ്ണൻ്റെ പുറമേക്കുള്ള അതിസുന്ദരമായിട്ടുള്ള ആ സാക്ഷാൽ മന്മഥനായിട്ടുള്ള രൂപത്തിലാണ് അവർ കൂടുതൽ. ആ രൂപത്തിൽ വല്ലാണ്ട് അവരുടെ മനസ്സൊട്ടി. ആ രൂപം ഇപ്പോൾ ഭഗവാൻ വിചാരിക്കുന്നത് എന്താ, എൻ്റെ അവതാര ഉദ്ദേശം ഇവിടത്തത് കഴിഞ്ഞാൽ ഞാൻ പോവുകയായി. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ഗോപികമാർ മുഴുവൻ എന്താവും, അവരൊക്കെ തളർന്നു പോകും. കാരണം ഭഗവാന്റെ അഭാവത്തിൽ അല്ലേ നമ്മളൊക്കെ ആ ഗോപികമാരുടെ ഭാവമാണ്. നമ്മളെ സംരക്ഷിച്ചു കൊണ്ട് നടന്ന് നമ്മുടെ കൂടെ ഉണ്ടായ നമ്മുടെ ഭർത്താവായാലും ആരായാലും നമ്മുടെ കൂടെ ഉണ്ടായി അവരുടെ ആയുസ്സിൻ്റെ ഇത് പൂർത്തിയാക്കിയപ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ നമ്മൾ പിന്നെ ആരും ഇല്ലാണ്ടായി നമ്മൾ എത്ര സങ്കടപ്പെടുന്നു, വിഷമിക്കുന്നു. അപ്പോഴും അവർ പോയില്ലോ എന്നുള്ള വിഷമത്തിനേക്കാളും കൂടുതൽ ഇനി എനിക്ക് ആരുണ്ട്. അപ്പോഴാരോടാ ഇഷ്ടം, അവനവനോടാ ഇഷ്ടം. ഇനി എനിക്ക് ആരുണ്ട്, എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ എന്നുള്ള സങ്കടമാണ്. ആ ഒരു സങ്കടത്തിലാണ് നമ്മൾക്കറിയുക. അല്ലാണ്ട് പോയ ആളെക്കാളും ദുഃഖം പോയ ആളെ ഇനി കാണാൻ പറ്റില്ലല്ലോ, നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ, അങ്ങനെയല്ലേക്കാളും എനിക്ക് ആരും ഇല്ലാണ്ടായില്ലേ എന്നുള്ള ദുഃഖമാണ് നമ്മളെപ്പോഴും കൊണ്ട് നടക്കുക. കാരണം എന്താ, ശരീരത്തിനോട് തന്നെയാണ് നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടമുള്ളൂ, വേറൊരാളോട് ഇഷ്ടമില്ല. നമുക്ക് സുഖം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. കുട്ടികളായിരിക്കുമ്പോൾ കളിപ്പാട്ടങ്ങൾ കുറേ കിട്ടി കളിച്ചാൽ സന്തോഷം ഉണ്ടാവിച്ച് കളിക്കും. കുറേ കളിച്ച് കഴിയുമ്പോൾ അത് കിട്ടിയാൽ അപ്പുറത്തെ വേറെ ഒന്നും കിട്ടിയാൽ അങ്ങനെ കളിപ്പാട്ടങ്ങളോട് പിന്നെ അതിനെ ഉപേക്ഷിച്ച് വേറെ ഓരോ കളികളിലാവും. അതിനെ ഉപേക്ഷിച്ച് ഓരോ പ്രായത്തിനനുസരിച്ച് പിന്നെ വസ്ത്രങ്ങൾ അലങ്കാരങ്ങളിലോട് കൂടിയിട്ടാവും, കൂട്ടുകെട്ടോട് കൂടിയിട്ടാവും. പിന്നെ ജോലി കിട്ടിയാൽ സുഖാവെന്ന് വിചാരിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം, ഇതൊക്കെ എനിക്ക് സുഖാവണം, ഒരു സംതൃപ്തി കിട്ടണില്ല. വേദവ്യാസനം അതന്നെയല്ലേ പറയുന്നത്, എന്ത് ചെയ്തിട്ട് തൃപ്തി കിട്ടണില്ല. അപ്പം നാരദ മഹർഷി പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ കഥ പറഞ്ഞോളൂ, തൃപ്തി ഉണ്ടാവും. ഈശ്വരൻ്റെ പ്രാധാന്യം പറയൂ, കുടുംബത്തിൻ്റെ കഥ പറയാണ്ട് ഈശ്വരൻ്റെ പ്രാധാന്യം പറയൂ, ഭക്തന്മാരുടെ പ്രാധാന്യം പറയൂ, ഭക്തൻ്റെ കഥ പറയൂ. ഇതൊക്കെയാണ് വേദവ്യോ നാരദ മഹർഷി. അത് നമ്മളൊക്കെ ഈ ഭാഗവതത്തിൽ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളെയും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളെ ഉണ്ടാക്കിയത് നമുക്ക് ചിലപ്പോൾ തോന്നും. എല്ലാ കഥാപാത്രം അപ്പം അതുപോലെയാണ്. തൃപ്തി ഇല്ലാണ്ട് നമ്മൾ ഓരോന്നിൻ്റെ പിന്നാലെ അലഞ്ഞാലൊന്നും തൃപ്തി കിട്ടില്ല. എല്ലാം ഉപേക്ഷിച്ച ഈശ്വരനെ ആശ്രയിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ശാന്തി സമാധാനം പണ്ടുള്ളേക്കാളും കൂടുതൽ കിട്ടുക. അപ്പം അങ്ങനെ ഗോപികമാരെ കൊണ്ടുവന്നു. പിന്നെ ഭഗവാന്റെ ഓടക്കുഴങ്ങാതെ കേട്ടപ്പോൾ മറ്റുള്ളതൊന്നും ഉപേക്ഷിക്കാനായിട്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതായത് മനസ്സുകൊണ്ട് ഒരു ഗോപികമാരും അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് ഒരു ഗോപന്മാർക്കോ ഒരച്ഛനമ്മമാർക്കോ വീട്ടിലുള്ള കുട്ടികൾക്കോ തോന്നിയിട്ടില്ല. കാരണം ആ ശരീരം അല്ല, മനസ്സാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് പോയത്. ആ മനസ്സുകൊണ്ട് ഭഗവാനോട് ചെന്ന് ചേർന്നു. അവിടെ ചെന്ന് ഭഗവാന്റെ ആ സ്വരൂപത്തിൽ നമ്മൾ പറയും ഗോപികമാർക്ക് മതം അങ്ങനെ അഹങ്കാരം ഉണ്ടായി, സൗഭഗ മതം എന്ന് പറഞ്ഞൊരു അഹങ്കാരം ഉണ്ടായി. അതൊരു അഹങ്കാരമല്ല, ശരിക്കും ആ ഭഗവാന്റെ സൗന്ദര്യത്തിൽ അമിതമായിട്ട് അങ്ങോട്ട് അഭിനിവേശം ഉണ്ടാവുക ചെയ്യണം. എന്തൊരു സൗന്ദര്യമാണ് ആ ഭഗവാന്റെ രൂപത്തിൽ അഭിനിവേശം ഉണ്ടായി. അപ്പോൾ ഈ രൂപത്തിനോട് കൂടുതൽ ആസക്തി ഉണ്ടായി. ആ രൂപം ഇല്ലാണ്ടായാൽ, ഈ വ്യക്തികൾ ഇല്ലാണ്ടായാൽ കരയണ പോലെ ഈ ഗോപികമാരും കൃഷ്ണൻ്റെ അഭാവത്തിൽ കരയും. അപ്പോൾ ഈ ശരീരമല്ല ഞാൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി
ഭഗവാൻ ആ ശരീരത്തിനെ അങ്ങോട്ട് മറച്ചു. ആ ശരീരത്തിനെ മറച്ചപ്പോൾ ഗോപികമാര് എല്ലാവരും തളർന്നു പോയി, ഭഗവാൻ ഇല്ലാണ്ട്. അപ്പോൾ അതുവരെ അവർക്ക് രാത്രിയാണെന്നോ ഇരുട്ടാണെന്നോ കാടാണെന്നോ എന്നുള്ള വിചാരം ഉണ്ടായിരുന്നില്ല. ഭഗവാൻ ഇല്ലാണ്ടായപ്പോൾ അവർ ആ രാത്രിയെ പേടിച്ചു, ഇരുട്ടിനെ പേടിച്ചു, മൃഗങ്ങളെ പേടിച്ചു, ആ ഭഗവാനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് രാധയുടെ കഥയിലും നമ്മൾ കേട്ടിട്ടില്ലേ, കാട്ടിയിലൊന്നുണ്ട് മൂളുന്നു കണ്ണ കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക്, കാട്ടാന കരടി പുലി ചെന്നായ കാട്ടുപോത്തു കരിമ്പുലിയുണ്ട്. വൃന്ദാവനത്തിലെ കാടുകളിലൊന്നും ഇതില്ല. എങ്കിലും ഭയം വന്നപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്. ഭയം വരുമ്പോഴാണ് നമുക്ക് തോന്നുക, ഭയം ഇല്ലാണ്ടാവുമ്പോൾ തോന്നില്ല. രണ്ടാൾക്കാർ കൂടിയിട്ട് ഒരു വഴിക്ക് പോവുകയാണ് രാത്രി ഇരുട്ടത്ത്. അപ്പോൾ ആ പിന്നിൽ ഒരാൾ പിന്നാലെ നടന്നു, ഞാൻ പിന്നാലെ ഉണ്ട്, നടന്നോളൂ എന്ന് പറഞ്ഞു. ശരി, നടന്നു. അപ്പോൾ പിന്നിൽ വരുന്ന ആളോട് വർത്താനൊക്കെ പറഞ്ഞ്, പിന്നാലെ വരുന്ന ആളോട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു. കുറച്ച് വഴി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് പേടിയൊന്നും തോന്നിയില്ല. രണ്ടാൾ തമ്മിൽ തന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, താനെന്താ ഒന്നും മിണ്ടാത്തതെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ പിന്നീട് ആളില്ല. അപ്പോഴേക്കും ഭയം വന്നു. അതുവരെ തന്നെ പോയിട്ടൊരു പ്രശ്നം. അപ്പോഴേക്കും ഭയം വന്നപ്പോഴേക്കും അവിടെ എല്ലാവരും കണ്ടെന്ന് തോന്നി, ഇവിടെ എല്ലാവരും കണ്ടെന്ന് തോന്നി, മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ ഇതിലാണ്. വില്യമംഗല സ്വാമിയാരെ കഥ പറയുമ്പോൾ എന്താ, മൃതശരീരത്തിനെ ഉപയോഗിച്ചിട്ട് പുഴ ചാടിക്കടന്ന് മലമ്പാമ്പിനെ വള്ളിയാന്ന് കരുതിയിട്ട് പിടിച്ചിട്ടാണ് ചിന്താമണിയുടെ ഗൃഹത്തിലേക്ക് കയറിയത്. ഒരു ഭയവും തോന്നിയില്ല. കാരണം എന്താ, അപ്പം ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ചിന്താമണി. അതുപോലെ നമ്മളുടെ അതാണ് നമ്മളെ ഭയം ഉണ്ടാക്കേണ്ടത്. ആലോചിച്ചു ഓരോന്നും അതെ. അപ്പം ആ ഭയം ഉണ്ടാക്കുന്നതിനെ പോലും ഭയമില്ലാണ്ട് പിറ്റേ ദിവസം അത് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അതാണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ്റെ മനസ്സാന്ന് പറയുന്നത്. അപ്പോൾ ഗോപികമാർക്ക് ആ കൃഷ്ണനില്ലാണ്ടായി അലഞ്ഞു നടന്നു. ആ കൃഷ്ണനില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഒരാളിതാ കൃഷ്ണനാവണം, ഒരാളിതാ അതുവരെ എന്തൊക്കെയാണോ അവരുടെ ജീവിതത്തിൽ ആ ഭഗവാന്റെ കഥകൾ ഉണ്ടായത് അതൊക്കെ അവർ ബാലലീലകൾ, ഭഗവാന്റെ ലീലകൾ അനുസ്മരിച്ച് പൂതനയായും കൃഷ്ണനായും ഓരോരുത്തരും കണ്ണനായിട്ട് നൃത്തം വയ്ക്കണു, കണ്ണന് വെണ്ണ കൊടുക്കണു. അങ്ങനെ അവർ അതിനെ അനുഭവിച്ച് ആ കൃഷ്ണാനന്ദരസം അവർ ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങി. സാക്ഷാൽ ആ ഭഗവാൻ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിന അന്തരാത്മാതൃക്ക്. അപ്പോൾ അവർക്ക് മനസ്സിലായി എല്ലാവരുടെ ഉള്ളിലും അന്തരാത്മാവായിട്ടിരിക്കുന്ന ഭഗവാനാണ്, ഗോപിക അല്ല, ആ ഒരു ഗോപിക നന്ദനല്ല എന്നുള്ള സത്യത്തിനെ അവർക്ക് എപ്പോഴാണ് ബോധിപ്പിച്ചത്. അപ്പോൾ ആ സത്യത്തിനെ ബോധിച്ചപ്പോൾ ആ ഭഗവാൻ അവരുടെ മുമ്പിലെ അവിരാശിത്യത അല്ലെ സാക്ഷാൽ മന്മഥനായിട്ട് അവരുടെ മുമ്പിൽ അങ്ങോട്ട് പ്രകടമായി. പിന്നെ ആ ഗോപികമാർക്ക് ആ പരമാനന്ദ രസം അനുഭവിക്കുന്ന രാസലീല ആടി എന്നാണ് പറയുന്നത്. അതിനെ പറ്റിയിട്ടും ധാരാളം പേര് വിമർശനങ്ങൾ പറയും. ചില സപ്താഹാചാര്യന്മാർ തൊടില്ല, രാസലീലയൊന്നും പറയില്ല, അതൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയണേ. അതങ്ങനെയാണ്. അപ്പോൾ കാരണം അതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ്. ഭഗവാൻ അങ്ങനെ ചെയ്തില്ലേ, ഭഗവാൻ ഇങ്ങനെ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായൊരു അവസ്ഥയെ എത്രയും അതിനെപ്പറ്റി ചിന്തിച്ച് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അത്. കാരണം എന്താ വെച്ചാൽ ഭഗവാന്റെ രാസലീല എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഗോപികമാരുടെ അല്ലേ, ഓരോരോ ഗോപിക്കും കൃഷ്ണനുണ്ടായി, ഓരോരോ ഗോപിയും രാധയായി. ഓരോ ഗോപികമാർക്കും കൃഷ്ണനുണ്ടായി. ആ ഓരോ ഗോപികമാരും ആരായി തീർന്നു? രാധയായിട്ട് തീർന്നു. രാധ എന്ന് പറഞ്ഞാൽ എന്താ? പരമപ്രേമം, ധാരയായിട്ട് ഭഗവാനിലേക്ക് ഒഴുകുന്ന പ്രേമം. അപ്പോൾ ആ ഗോപികമാർ മുഴുവൻ പ്രേമത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് തീർന്നു രാധയെ പോലെ.
അങ്ങനെ പൂർണ്ണമായും ആ പരമപ്രേമം അവരിൽ ആയി തീർന്നപ്പോൾ അവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാനെ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഓരോരുത്തരും ആത്മാനന്ദം അനുഭവിക്കുന്ന ഒരു കൂട്ടം ഭക്തൻ ആ ഭക്തിയുടെ ശരിക്കും ആ പ്രതിബിംബങ്ങൾ. രാധ എന്ന് പറഞ്ഞാൽ ആ ഭക്തിയുടെ മൂർത്തിഭാവമാണ്. അങ്ങനെ ആ ഭക്തിയാണ് എല്ലാവരും ആത്മാനന്ദത്തെ അനുഭവിച്ചതാണ്. ഓരോരോ അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവായിട്ടിരിക്കുന്ന അഖിലദേഹിനം അന്തരാത്മകർക്ക് എല്ലാവരും ഉള്ളിലിരുന്ന് കൊണ്ട് കാണുന്ന അന്തരാത്മാവായിട്ട് ഇരുന്നു കൊണ്ടിരിക്കുന്ന ഈശ്വര അംശത്തെ അവർ തിരിച്ചറിഞ്ഞു. ആത്മാവിനെ അവർ തിരിച്ചറിഞ്ഞു. ആത്മാനന്ദം അവരനുഭവിച്ചു. അതാണ് ആ ആത്മാനന്ദത്തിൻ്റെ അനുഭവമാണ് രാസക്രീഡ. ആത്മാനന്ദത്തിനെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ആ രാസക്രീഡ. അപ്പം ഓരോ ഗോപികമാർക്കും അത് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഭഗവാൻ ആ വൃന്ദാവനം വിട്ടിട്ട് മധുരയ്ക്ക് പോകുന്നുള്ളൂ. ആ ഉദ്ധവർ വന്ന് കാണുമ്പോൾ ആ ഗോപികമാരുടെ ഓരോരോ രോമകൂപത്തിലും കൃഷ്ണനെ കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ അത്രയും പരമപ്രേമികകളായിരുന്നു ആ ഗോപസ്ത്രീകൾ. അവരെ രാധയാക്കി മാറ്റി. രാധ എന്ന് പറഞ്ഞാൽ ആ പരമമായ പ്രേമം, ആ പ്രേമമാക്കി മാറ്റിയിട്ടാണ് കൃഷ്ണൻ പോയത് ആ ഗോപികമാരെ. ആ ഗോപികമാർക്ക് അവരുടെ ശ്വാസോച്ഛ്വാസം പോലും ഭഗവാനായിട്ട് തീർന്നു. ആ ശ്വാസോച്ഛ്വാസം പോലും എന്താ, എൻ്റെയോരോരോ ശ്വാസനിശ്വാസം കൃഷ്ണയെന്നോ വിളിക്കുമ്പോൾ വേർപിരിഞ്ഞിടാനാകുമോ കണ്ണ രാധികേശാദീനക്കെന്നെ. ആ ഓരോ ശ്വാസനിശ്വാസങ്ങൾ പോലും അവരുടെ കൃഷ്ണ 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 എന്നുള്ള മന്ത്രമായിട്ട് തീർന്നു. അങ്ങനെ ആ ഒരു മന്ത്രം അവരുടെ ഉള്ളിലായിട്ട് തീർന്നു. അത് ഭഗവാന് ശരിക്കും അറിയാമായിരുന്നു ആരാണ് ഗോപികമാരെന്ന്. ഈ ഗോപികമാരുടെ പരമമായ പ്രേമഭക്തി, അതിൻ്റെ മഹത്വത്തെ ലോകത്തിന് മുഴുവനും കാണിച്ചു കൊടുക്കണം എന്ന് ഭഗവാന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഭഗവാൻ ഉദ്ധവരെ വിളിച്ചത്. ആ ഉദ്ധവരെ വിളിച്ചപ്പോൾ എല്ലാവരും പറയും ഉദ്ധവരെ ഭക്തി എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതാണ്. ഉദ്ധവർക്ക് ആ പണ്ഡിതനാണ്, അതായത് ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ഞാൻ, പണ്ഡിതനാണ് എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്, അങ്ങനെ ഒരു ഭാവം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞ് കേൾക്കണത്. പക്ഷെ അതൊന്നുമല്ല. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഉദ്ധവർക്ക് ബുദ്ധിസത്തമ, ആ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ആ ഉദ്ധവരൻ. ആ കൃഷ്ണൻ്റെ ആ വിഷ്ണീനാം പ്രവരോ മന്ത്രി ഉദ്ധവോ ബുദ്ധിസത്തമ അല്ലേ. ആ ശരിക്കും ആ ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നു. ബുദ്ധി കാരണം വേണ്ടത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഉദ്ധവർക്ക് ആ ഭഗവാനോട് പരമമായ പ്രേമം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ലക്ഷണം തന്നെയാണ്. ഭഗവാൻ ഉടുത്തു മാറിയ വസ്ത്രങ്ങളാണ് ആ ഉദ്ധവർ ധരിക്കുക. ഭഗവാൻ ഉടുത്തു മാറിയിട്ട് ഭഗവാന്റെ നമ്മൾ നിർമാല്യമായിട്ട് ആ പൂക്കളെ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ ഭഗവാൻ എന്തെല്ലാം മാറ്റുണ്ട് അത് മുഴുവനും ഉദ്ധവർ സ്വീകരിച്ചിരുന്നു. അത്രയും കൃഷ്ണൻ്റെ ഒരു തന്മയീ ഭാവത്തോടു കൂടിയിട്ടാണ് ഉദ്ധവർ നടന്നിരുന്നത്. അത്രയും ഭക്തി ഉദ്ധവർക്കുണ്ടായിരുന്നു. ആ ഗോപികമാരുടെ ഭക്തിയെ തിരിച്ചറിയാൻ ഒരു ഭക്തന് മാത്രമേ മറ്റൊരാളുടെ ഭക്തി തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഭക്തി ഇല്ലാത്തവർക്കൊന്നും അത് തിരിച്ചറിയാം. യഥാർത്ഥമായിട്ടുള്ള ഭക്തി പലതരത്തിലുണ്ട്. പക്ഷെ അതൊന്നും ഭക്തിയല്ല. അമ്പലത്തിൽ പോണ ഭക്തിയുണ്ട്, പലതും പ്രകടനമായിട്ട് ചെയ്യുന്ന ഭക്തിയുണ്ട്, ഉള്ളിൽ തട്ടുന്ന ഭക്തി അതൊന്നുമല്ല. അപ്പോൾ ശരിയായിട്ട് ചെയ്യുന്ന ഭക്തി എന്ന് വെച്ചാൽ അത് ഗോപികമാരുടെ ഭക്തിയാണ്. ആ ഭക്തിയെ അനുഭവിച്ചറിഞ്ഞ് ലോകത്തിന് അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആർക്കേ സാധിക്കുള്ളൂ? ഉദ്ധവർക്ക് മാത്രമേ സാധിക്കുള്ളൂ, അല്ലാണ്ട് ഒരാൾക്ക് സാധിക്കില്ല. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഉദ്ധവരെ വിളിച്ച് പറഞ്ഞയക്കുന്ന ഭാവത്തിന് വരെ വല്ലാത്തൊരു അനുഭവമാണത്.
ആ വരികളൊക്കെ വായിക്കുമ്പോൾ ഭഗവാനെ ഉദ്ധവരെ വിളിച്ച് കൊണ്ടുപോയി തൻ്റെ കൂടെ ഇരുത്തിയിട്ട് ആ കൈ രണ്ടും കൂട്ടി തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട്, കാരണം ആ ഗോപികമാരിന് ഈ ഹൃദയം തന്നെയാണ് ഗോപികമാരെന്ന് കാണി. ഇവിടെ സ്പർശിച്ച മാത്രയിൽ ആ ഭഗവാന്റെ നെഞ്ഞിൽ ആ കൈ സ്പർശിച്ച മാത്രയിൽ ആ ഗോപികമാരെ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു. അതിനുള്ള ഭാഗ്യം ആ ഉദ്ധവർക്കുണ്ട്. എന്നിട്ട് പറഞ്ഞു ഒന്ന് പോയിട്ട് വരണം ഗോപികമാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് നെഞ്ഞത്ത് വെച്ച് നിൽക്കുമ്പോൾ അനുഭവിച്ച ആ ഒരു അനുഭവം കുറേ ദിവസം നമുക്ക് ചിന്തിച്ചിരിക്കാവുന്ന ഒരു കാര്യമാണ്. വല്ലാത്തൊരനുഭവം. ആ ഭാഗം തന്നെ കുറേ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരനുഭവം വരും. അങ്ങനെ അനുഭവിച്ചതാണ് ഉദ്ധവരെ. അങ്ങനെയാണ് ഉദ്ധവരെ. കാരണം ഉദ്ധവർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് ആ ഭഗവാൻ ഉദ്ധവരെ പറഞ്ഞേക്കുന്നു. ആ ഉദ്ധവരെ അവിടെ ഉദ്ധവര് ചെല്ലുമ്പോൾ കൃഷ്ണനെ അനുഭവിക്കാനായിട്ട് ഗോപികമാർക്ക് സാധിച്ചു. കാരണം ആ ഒരു ഭക്തനിൽ നിന്ന്, ഒരു ഭക്തനിലൂടെ തന്നെ ഭഗവാനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഒരു ഭക്തന്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ, ഭക്തിയുള്ള ഒരാളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അവർ പരസ്പരം എന്തിനെക്കുറിച്ചേ പറയുള്ളൂ? ഭഗവാനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. നമുക്ക് ഭഗവാനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നിനെയും കുറിച്ചും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ആ ഭക്തിക്കൊരു ചലനം ഉണ്ടായി എന്ന് വിചാരിക്കാം. അത്രേ പറ്റുള്ളൂ. അതേസമയം നമുക്ക് വേറെ വല്ലതും പറയാനുള്ള ത്വരയുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റണില്ല. എങ്ങനെ അതിൻ്റെ ഇടയിൽ ഇരുന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയാത്തത്. നമ്മുടെ മനസ്സ് ലോകകാര്യങ്ങൾക്ക് പറയാൻ കൊതിയുണ്ട്, പക്ഷെ അങ്ങനെയാകുമ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം. രണ്ടുപേരും നമ്മൾ കാണുമ്പോൾ കൃഷ്ണനെ പറ്റി മാത്രം സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയോ ഒരു ഭക്തിയുടെ ഒരു ചെറിയ ഒരു നീരവ അവരുടെ ഉള്ളിലുണ്ടായിട്ടുണ്ടെന്നാണ്. ഇത് ഗോപികമാർക്കും അതെ. ആ ഗോപികമാർ ചെന്നിട്ട് ഉദ്ധവരോട് ചെന്ന് പറയുന്ന കാര്യങ്ങൾ, ആ കൃഷ്ണൻ എന്തൊക്കെയാണോ അവരെ ചെയ്തത്, ആ പ്രേമഭാവത്തിലും ഭഗവാൻ ആ തൻ്റെ ആ ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ഭാവത്തിലിരിക്കുന്ന ആ ഒരവസ്ഥയിൽ ആ ഗോപികമാരുടെ ഉള്ളിലുള്ള പരമപ്രേമത്തിനെ തൊട്ടുണർത്തിയത് ഭഗവാനാണ്. അപ്പം ആ തൊട്ടുണർത്തിയപ്പോൾ ഭഗവാൻ ചെയ്ത പല പ്രവർത്തികൾ പോലും നിർലജ്ജം ഉദ്ധവരോട് പറയാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് പറയാനുകൊണ്ട് ഇങ്ങനെ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉദ്ധവരിലും അവർ കാണുന്നത് ഭഗവാനെ തന്നെയാണ്. ഭക്തനിൽ നമ്മൾ കാണുന്നത് ഭഗവാനെ, ഭക്തനിൽ ഭഗവാനെ കാണാൻ സാധിക്കണം. ഒരു ഭക്തനെ കണ്ടാൽ അവരിൽ ഭഗവാനെ കാണാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ആ ഉദ്ധവരിലൂടെ, ഉദ്ധവര് ആ ഗോപികമാരിലൂടെ കൃഷ്ണനെ കണ്ടു. കാരണം കൃഷ്ണനിൽ നിന്ന് വേറെ ഇത് തോന്നിയില്ല. ഗോപികമാരിലും കൃഷ്ണനെ കണ്ടു, ഗോപികമാര് ഉദ്ധവരിലും കൃഷ്ണനെ കണ്ടു. അവരാ കൃഷ്ണലീലകൾ പാടിയിട്ട് ആ വൃന്ദാവനം മുഴുവനും ആസ്വദിച്ച് പാടിക്കൊണ്ട്, കൃഷ്ണകഥകൾ പാടിക്കൊണ്ട്, ഓരോരോ ലീലകൾ പാടിക്കൊണ്ട് ഇങ്ങനെ നടന്നു. മാസക്കണക്കിന് സമയം അവിടെ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും ആ ഒരു പരമമായ പ്രേമഭക്തിയാണ് ആ ഗോപികമാർക്ക് എന്നുള്ളത് ഉദ്ധവരാണ് ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തത്. അപ്പം അങ്ങനെയുള്ള ആ കഥകളിലൂടെയൊക്കെ വന്നാൽ, അനുഭവിച്ചു വന്നാൽ നമുക്കിതാ ആ മംഗളമായിട്ടുള്ള ആ രുക്മിണി സ്വയംവരം പോലെ മംഗളമാണ് അല്ലേ? ആ ലോകത്തിന് മുഴുവൻ മംഗളം നൽകാനായിട്ട് സാധിക്കും. നമ്മളുടെ മനസ്സിനും ശരീരത്തിനൊക്കെ പക്വത നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഘട്ടങ്ങളാണിത്. ആ ഘട്ടങ്ങളിലൂടെ വന്ന് പരമമായ മംഗളത്തിനെ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് ഭാഗവതത്തിലൂടെ പറയുന്നത്. അപ്പം അത്രയും ഭാഗങ്ങളിൽ നിന്ന് അനുസ്മരിച്ച ഭാഗങ്ങൾ ചുരുക്കിയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പറയാൻ സാധിച്ചത് തന്നെ ഭാഗ്യം. അതിന് ഭഗവാൻ അവസരം തന്നത് ഭാഗ്യം. ഒരുപാട് ഇത് നമ്മളുടെ ഒന്നും പുണ്യം കൊണ്ടല്ല കേട്ടോ. കാര്യം എന്തൊക്കെ പറയായാലും, നമ്മളെത്ര കളിയാക്കിയായാലും, മാധ്യമം എന്ന് പറഞ്ഞ് കളിയാക്കിയായാലും, ഒരു കഥ കേൾക്കാൻ കാത്തിരിക്കണം. ഒരുപാട് മനസ്സ്, ആ കൃഷ്ണപ്രേമികളായിട്ടുള്ള മനസ്സുകളുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്. അപ്പം അങ്ങനെയുള്ളവരുടെയൊക്കെ മുമ്പിൽ വീണ് നമസ്കരിച്ചിട്ട് ആ ഭഗവാനിന് പ്രേമഭക്തി തരണേന്ന് പ്രാർത്ഥിക്കാനല്ലാണ്ട് വേറെ ഒന്നിനും നമുക്ക് സാധിക്കില്ല. എല്ലാവർക്കും
എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ, ശാന്തി സമാധാനം ഉണ്ടാവട്ടെ. ആർക്കൊക്കെ എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് അനുഭവിക്കേണ്ടി വന്നാലും അതിനെയൊക്കെ ധൈര്യമായിട്ട് നേരിടാനും ഉള്ള ആ ശരീരത്തിനും മനസ്സിനൊക്കെ ശക്തി നൽകിക്കൊണ്ട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. അതിന് വേണ്ടിയിട്ട് ആ ശക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ധാരാളം നാമം ജപിക്കുന്നത്. ആ നാമം ജപിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് നാമം ജപിച്ചിട്ട് നമുക്ക് ഈ സത്സംഗം അവിടെ സമർപ്പിക്കാം. എല്ലാവരുടെ മനസ്സിലും എപ്പോഴും പരസ്പരം സ്നേഹിക്കാൻ, അതായത് നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കട്ടെ. സ്നേഹം മാത്രമേ സത്യമായിട്ടുള്ളൂ. അതിനെ മാത്രം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലുത്. ബാക്കി പറഞ്ഞതുപോലെ ധനം കൊണ്ടും അതുകൊണ്ടൊന്നും ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. വൃന്ദാവനത്തിലെ മഹാത്മാക്കളായിട്ടുള്ളവർ പറയും, ധനം കൊടുത്താൽ ധനം ഉള്ളിടത്ത് രാധ ഉണ്ടാവില്ല, ഞങ്ങൾക്ക് രാധയെ മതി, ലക്ഷ്മിയെ വേണ്ട എന്ന് പറയും. വാങ്ങില്ല അവർ പൈസ കൊടുത്താൽ. ഞങ്ങൾക്ക് വേണ്ട, ലക്ഷ്മിയെ വേണ്ട, രാധയെ മതി എന്ന് പറയും. അവർ രാധയിലാണ് ഇരിക്കുന്നത്. അപ്പം പ്രേമഭക്തി ഉണ്ടാവണമെങ്കിൽ രാധാറാണി നമ്മൾ രാധയായിട്ട് മാറണമെങ്കിൽ അത്രയും പ്രേമം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കാനും ധാരാളം നാമം ജപിക്കാനും സാധിക്കട്ടെ പ്രാർത്ഥിക്കണം. കുറച്ച് നേരം നാമം ജപിച്ചിട്ട് നമുക്ക് ഈ സത്സംഗം സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണമദീയ ജന്മം. ജയ് ജയ് ശ്രീരാധേ.